ഗൈസ് അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇന്ന് അടുത്ത പുതിയൊരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നേക്കുവാണ്. ഇത് സ്ഥലം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഒക്കെ മാറിയിട്ടാണ്. സ്ഥലത്തിന്റെ പേര് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ വേറെ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ വന്നൊരു അപകടത്തിൽ ചാടാൻ നമ്മൾ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ സ്ഥലം നമുക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇച്ചിരി ട്രാവൽ ചെയ്യുന്ന ഭ്രാന്തൊക്കെ ഉള്ളതുകൊണ്ട് അവനിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് രാത്രി വന്ന് ഈ പാറയിലും കാട്ടിലൊക്കെ വന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ അവനൊരു ദിവസം ഈ പാറയിൽ ഇങ്ങനെ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് രാത്രി അവൻ കിടന്ന് ഉറങ്ങിയിട്ട് പോയി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ കഴുത്തിൽ 2 പല്ലിൻ്റെ പാട് കണ്ടു. അപ്പോൾ അവനെ ശ്രദ്ധിച്ചില്ല, അവൻ്റെ വീട്ടിൽ അമ്മ കണ്ടപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ അവനാണ് നമുക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലം സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം, നമ്മുടെ ആസ് യൂഷ്വൽ ടെക്നിക്ക് വെച്ച് തന്നെ നമ്മൾ ഈ സ്ഥലത്ത് എന്തെങ്കിലും ഒരു പാരനോമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളിന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഗൈസ് പ്രേതം മാത്രമല്ല, കള്ളുടിക്കാനും മരുന്നടിക്കാനൊക്കെ ആയിട്ട് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആൾക്കാരും ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ, നിങ്ങളിപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ മരമില്ലേ, ഈ മരം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് രാത്രിയിൽ സാരി കൊടുത്ത യക്ഷി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇതിന്റെ ചെല്ലകൾ കൂട്ടിയടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ, അങ്ങനെ പല ആൾക്കാരും പല അബ്യൂസിങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും കുറച്ച് ടൈം ഇവിടെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളും കൂടെ പോരെ ഗൈസ്. ഈ ഒരു മരത്തിൻ്റെ ഒരു കഥയുണ്ട്. ഈ സ്ഥലത്ത് ഭയങ്കര കാറ്റാണ്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്ഥലത്തോട്ട് നമുക്ക് വന്നെങ്കിൽ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട് കുറേ ദൂരം നമ്മൾ വണ്ടി ഓടിക്കണം. അപ്പോൾ അത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നു കഴിയുമ്പോൾ ഇവിടെ പകൽ വരുമ്പോൾ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റില്ല. രാത്രി വരുമ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എത്ര വണ്ടി ഓടിച്ചാലും നമ്മൾ മെയിൻ റോഡ് എത്താത്ത പോലെ നമുക്ക് തോന്നും. ഈ എന്താ പറയുക, ലൂപ്പ് എന്നൊക്കെ പറയില്ല, നമ്മൾ പോയ വഴി തന്നെ വീണ്ടും നിങ്ങൾ ചുരുളി സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഒരു കഥയുണ്ട്. പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഭ്രാന്തമായിട്ട് സ്വഭാവമുള്ള ഒരാളുണ്ടായിരുന്നെന്നും ആ ആൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഉപദ്രവിച്ചപ്പോൾ ഈ മരത്തിൽ കെട്ടിയിട്ടിട്ട് അയാളെ തീ കൊളുത്തി കൊന്നിട്ടുണ്ടെന്നും ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ കൂടെ വേറെ ഒരാളുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ ഇതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത്. ഇപ്പം നമുക്ക് പേടിയുള്ള ഒരാളാ വരുന്നതെങ്കിൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇല അനങ്ങിയ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടും ഗൈസ്. അപ്പം നമ്മുടെ അടുത്ത് നമ്മൾ EMF മീറ്റർ എടുത്തിട്ടുണ്ട്. നമ്മളത് ഓൺ ചെയ്തിട്ട് നമ്മളിവിടെ വെറുതെ വെക്കുന്നതാണ്. ഇവിടെ വെറുതെ വെച്ചിട്ട് നമ്മൾ ഇരിക്കാൻ പോവാണ്. ഇവിടെ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കപ്പോൾ അറിയാൻ പറ്റും. നമ്മളെന്തായാലും വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ കണ്ണടച്ച് വെറുതെ ഇവിടെ ഇരിക്കാൻ പോവാം. എന്തെങ്കിലും ടൈപ്പ് ഒരു പ്രസൻസോ എനർജി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്ററിൽ അറിയാൻ പറ്റും. ഗൈസ് അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ഒന്നും കാണാനും ഒന്നും പറ്റുന്നില്ല. ഇനി ഇതിൻ്റെ വേറെ എന്തെങ്കിലും മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല ഗൈസ്. നമുക്കൊന്ന് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടെ ഓൺ ആക്കിയിട്ട് നോക്കാം. ഈ ഏരിയയിൽ ഫീൽ ചെയ്യുന്നുണ്ട് സിഗ്നൽസ്. ഞാൻ ഒന്ന് കയ്യിൽ നിന്ന് മാറ്റിയിട്ട് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൈസ്. ഇപ്പോൾ സിഗ്നലൊന്നും കാണിക്കുന്നുമില്ല ഗൈസ്, ഇപ്പോൾ സിഗ്നലൊന്നും കാണിക്കുന്നില്ല, ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഗൈസ് ഇങ്ങോട്ട് വരുമ്പോൾ സിഗ്നൽ കാണിക്കുന്നുണ്ട് ഗൈസ്. എനിക്കറിയില്ല ഇത് എന്തെങ്കിലും ഒരു എനർജിയുടേതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇതിൽ റീഡിങ് കാണിക്കുന്നുണ്ട്, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. ഈ പാറപ്പുറത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റി, പാറപ്പുറത്ത് കറണ്ട് ഉള്ളത് വേറെ സാധനങ്ങളൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് റീഡിങ് കാണിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എൻ്റെ ബാഗ് ഇരിക്കുന്നുണ്ടാണോ എന്ന് അറിയില്ല ഗൈസ്. ഞാൻ എന്തായാലും ബാഗ് ഒന്ന് മാറ്റി വെക്കുന്നതാണ്, ബാഗിനകത്ത് എന്തെങ്കിലും ഉള്ളതാണോ എന്ന്. പക്ഷേ ഇതിൽ റീഡിങ് കാണിക്കുന്നുണ്ട് ഗൈസ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിടിക്കുന്നത്, ഇവിടെ റീഡിങ് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു ടൈപ്പ് എനർജി അല്ലെങ്കിൽ എനർജിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു ടെസ്റ്റ് വെച്ച് മാത്രം നമുക്കിവിടെ പ്രേതോ ഭൂതഭാഗമോ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ പവർ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇനി പാറയുടെ അടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടാവും ഗൈസ് ആരെങ്കിലും, എന്തായാലും നമുക്ക് അറിയത്തില്ല. പക്ഷെ
നമ്മൾ ഉറപ്പിക്കാനായിട്ട് നമ്മൾ വേറെ കുറച്ചുകൂടെ എക്യുപ്മെൻസും ഒരു തെർമൽ ക്യാമറ കാര്യങ്ങൾ ഹീറ്റ് സെൻസിറ്റിംഗ് ആയിട്ടുള്ള സെൻസേഴ്സ് കാര്യങ്ങളായിട്ട് വരികയും നമ്മൾ കുറച്ചുകൂടെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഉറപ്പിക്കാം ആസ് പ്രൈമറി അസംഷൻ ഇവിടെ എന്തോ ഒരു ടൈപ്പ് എനർജിയുടെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ പേടി പൂർണ്ണമായിട്ടും തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞ പോലെ കൂട്ടുകാരൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ 2 പല്ലിൻ്റെ പാട് കണ്ട പോലെ എന്തോ ഒരു ടൈപ്പ് എനർജി ഉണ്ട്. ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് പേഴ്സണലിയും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പോലീസുകാരൻ കുറേ നാളൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുറ്റവാളിയെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എളുപ്പം അറിയാൻ പറ്റും അവൻ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ ഈ ആത്മാവ്, എനർജി, പാരനോമൽ ഫോഴ്സ് ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് കൂടുതൽ അതിൽ താഴത്തോടെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു എനർജിയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ ബ്രീത്തിങ്ങിൽ പോലും നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മുടെ പേഴ്സണൽ അസംഷൻ മാത്രമല്ല, നമുക്ക് ആ മീറ്ററിൽ നമുക്ക് പ്രോപ്പറായിട്ട് റീഡിങ്ങും കാണിക്കുന്നുണ്ട്. സോ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെക്കിങ്ങിന് വേറൊരു ദിവസം വരുന്നതായിരിക്കും. കാരണം ഇനിയിപ്പോൾ വേറെ എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ ആക്ച്വലി വരുമ്പോൾ ഓർത്തത് എൻ്റെ പൊട്ടൻ കൂട്ടുകാരൻ എന്തോ ഉടായ്പ് പറയുന്നതാണ്, അല്ലെങ്കിൽ അവൻ്റെ വല്ല ഉറുമ്പ് കടിച്ചതോ എന്തെങ്കിലും ജീവികൾ കടിച്ച് പാട് വന്നതായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ അവനെ വിശ്വസിക്കാതെ വെറുതെ ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്ന് റീഡിങ് കാണിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തായാലും കുറച്ചുകൂടെ എക്യുപ്മെൻസ് ആയിട്ട് വന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഒരിക്കലും ഒരാളുടെയും കൂടെ ഇങ്ങനെ പോവാതിരിക്കുക. ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് രാത്രിയിൽ പോവാതെ ഇരിക്കുക. നിങ്ങളുടെ സേഫ്റ്റിക്കാണ് പറഞ്ഞത്. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.